ഗൈസ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വതി ഗേസ് ആണ്. എൻ്റെ കുറേ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അന്നേരം ഒരുപാട് ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പോസ്റ്റിനും എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ മാത്രമേ ഒരുപാട് പേരുടെ മുന്നിലേക്ക് പോകും. നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെയൊക്കെ അറിയാം. ഞാൻ പുതിയതായിട്ട് വന്നതാണ്. അന്നേരം നിങ്ങളുടെ കുട്ടി സപ്പോർട്ട് എനിക്കും കൂടി തന്നിരിക്കണം. അന്നേരം എന്നെക്കുറിച്ചും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലെന്നറിയാം ഗൈസ്. അന്നേരം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഹോം ടൂർ കൂടിയാണ്. അന്നേരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീടെന്നാണ് ഗൈസ് പറഞ്ഞത്. എൻ്റെ വീടല്ല ഗൈസ്, ഇത് റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. അത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി കുറച്ചടുത്ത് തന്നെയാണ്. പിന്നെ എൻ്റെ വീട് നല്ല നാച്ചുറലായിട്ട് നല്ല വയലിൻ്റെ അടുത്തുള്ള ഒരു വീടാണ്. അതൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ വീഡിയോസിനകത്ത് കാണിക്കുന്നതായിരിക്കും ഗൈസ്. അന്നേരം ഇന്ന് നമ്മളൊരു യൂട്യൂബിലൊരു വ്ളോഗ് തുടങ്ങുമ്പോൾ മെയിനായിട്ട് നമ്മളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗൈസ്. നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നറിയാം. അതുകൊണ്ട് എന്നെ ആദ്യമേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അശ്വതി KS എന്നാണ്. എൻ്റെ നെയിം തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണു എന്നാണ്. അന്നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് മേക്കറാണ്. അതുകൊണ്ട് ഡിസംബർ മാസത്തിൽ ഒരിക്കലും അവർക്ക് ലീവ് കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് പുറത്തോട്ട് പോയി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. ഒരു ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീവൊക്കെ എടുത്തിട്ട് പുറത്തൊക്കെ പോയി നല്ല എൻജോയ്മെൻറ്റ് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഈ വീടിനകത്ത് മാത്രമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ചെയ്യേണ്ടി വന്നത്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തെന്ന് വെച്ചാൽ നല്ല നാച്ചുറലായിട്ട് നല്ല വയലും നല്ല 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 കാഴ്ചകളും നമുക്ക് ഫുഡിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാനാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. പിന്നെയെന്ന് വെച്ചാൽ എന്താണ്, ഞാനിപ്പം പ്രഗ്നൻ്റ് ആണ്. അന്നേരം എനിക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. ഇപ്പം 3 മാസം കഴിഞ്ഞു, 4 മാസം തുടങ്ങി. അന്നേരം അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഈ റെൻറ്റിന് ഇങ്ങോട്ട് മാറേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഇടയിൽ ഇച്ചിരി ഉള്ളിലോട്ടാണ്. കാരണം അവിടെ ഇച്ചിരി വെള്ളത്തിൻ്റെയൊക്കെ നമുക്ക് ഈ ടൈമിലൊക്കെ ഇച്ചിരി കട്ടിയൊക്കെ വെള്ളത്തിന് തോന്നുവാണെങ്കിൽ നമുക്ക് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മിനറൽ വാട്ടറൊക്കെ മേടിച്ച് വെച്ചാണ് കുടിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ സ്ഥിരം കുടിച്ചുകൂടാമല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള എളുപ്പവും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ റെൻറ്റിന് ഇങ്ങോട്ട് മാറിയത്. ഇനിയിപ്പോൾ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ചൊരു വീട് വെക്കാൻ സാധിക്കുവാണെങ്കിൽ ഏറ്റവും സന്തോഷം. അന്നേരം ഇനി ഇടയ്ക്ക് വീട്ടിലോട്ടൊക്കെ പോകണം. ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അന്നേരം മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഡെലിവറി ടൈം ആയിരിക്കും. അന്നേരം 1 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ 2 പേരല്ല 3 പേരായിരിക്കും. അന്നേരം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം എനിക്ക്. ഞങ്ങൾക്ക് 3 പേർക്കും നല്ല എൻജോയ് ആയിട്ട് വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ ഗൈസ്. അന്നേരം നമുക്ക് എൻ്റെ വീടും ഞാൻ എൻ്റെ വീട് അങ്ങനെ തന്നെ പറയണം. നമ്മൾ റെൻറ്റിന് താമസിക്കുകയാണെങ്കിലും സ്വന്തം വീട് പോലെ ആയിരിക്കണം നമ്മൾ കാണേണ്ടത്. പിന്നെ നിങ്ങൾ ഈ കുത്തി വരച്ച് വെച്ചിരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കരുത് ഗൈസ്. ഇവിടെ നേരത്തെ താമസിച്ച കുട്ടികൾ ചെയ്തു വെച്ചിരുന്നതാണ്. കുട്ടികളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരുടെ പ്രായത്തിൽ ചെയ്യുന്നതാണ്. സ്വന്തം വീടാണെങ്കിൽ കുഴപ്പമില്ല, എന്നും ചെയ്തോട്ടെ എന്ന് വെക്കാം. പക്ഷെ വാടക വീട്ടിലൊക്കെ വന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല ഇതും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഞങ്ങൾ ചെയ്തതല്ല, ഇവിടെ നേരത്തെ താമസിച്ച കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്ന കലാവിരുതുകളാണ് ഗൈസ്. അന്നേരം നമുക്ക് വീട് കാണാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ എൻട്രി. ബാക്കിൽ നിന്നാണ് നമുക്ക് മേളിലോട്ട് കയറാൻ പറ്റുന്ന മേളത്തെ നിലയാണ്. അതിൻ്റെ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് മേളിൽ കൂടെ കയറാൻ പറ്റൂ. അന്നേരം ഇതാണ് ഗൈസ്. ഇതുവഴി വേണം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ നടന്നിട്ട് വേണം മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് വീടും കാര്യങ്ങളും ഒക്കെ നോക്കിയായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും സൗകര്യം അനുസരിച്ചുള്ള കിട്ടുന്നില്ലായിരുന്നു. ഇത് നോക്കിയപ്പോൾ മുകളിലാണെങ്കിലും നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഇവിടെ ഇരുമ്പുളി നിൽപ്പുണ്ട് ഗൈസ്. ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വാടി ഒരുമാതിരിയൊക്കെ അളിഞ്ഞു പോകാറായിട്ടുണ്ട് ഗൈസ്. എനിക്കിതൊന്ന് പിച്ച് അച്ചാറിടണമെന്നുണ്ട്. പക്ഷെ ഞാൻ അച്ചാറിടാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും അത് പോവും ഗൈസ്. എന്നിട്ട് തുണിയൊക്കെ ഇടാനുള്ള ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിവിടെ വിരിച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ അകത്തേക്ക് കയറാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഹോള്. ഇതാണ് ഹാള് എന്ത് വേണമെങ്കിലും പറയാം ഗൈസ്. അന്നേരം ഇതാണ് എൻ്റെ കല്യാണത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വരച്ചു കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് ഗൈസ്. ഈ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ വീട് മാറിയ ടൈമിൽ ഇത് കൊണ്ടുവന്ന ടൈമിലൊന്ന് തറയിൽ വീണ എൻ്റെ ക്ലാസ് പൊട്ടിപ്പോകുമ്പോൾ ഞങ്ങളുടെ പേര് 2 മാഞ്ഞു പോയി ഗൈസ്. ഇത് എൻ്റെ നിശ്ചയ ടൈമിൽ ഞങ്ങളുടെ അവിടെ വയലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് എടുത്തൊരു ഫോട്ടോ ആ ചേട്ടൻ വരച്ച് തന്നെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ് ഗൈസ് ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ
തയ്പ്പിച്ച് മേടിച്ച ഒരു ഗൗണാണ് ഗൈസ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് ഇതാണ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ. ഇവിടെ തൂക്കിയിടാൻ ഇനിയിപ്പം ആണിയൊക്കെ അടിച്ച് വേണം തൂക്കിയിടാൻ. ഇത് കണ്ടോ ഗൈസ്, പിള്ളേരുടെ കലാവിരുതുകൾ കണ്ടോ? അവർക്ക് എവിടേക്ക് എത്തിപ്പെടാവോ അവിടെ എല്ലാം അവർ അവരുടെ കലാവിരുതുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസും ഇല്ലാതെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ഗൈസ് കിച്ചൺ നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെന്നറിയാം. എൻ്റെ വീഡിയോ തന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അന്നേരം കിച്ചൺ നിങ്ങൾക്ക് പരിചിതമാണ്. അന്നേരം ഇതെന്ന് പറയുമ്പോൾ ഇവിടെയും പരിചിതമാണ്. ഇത് നമുക്ക് വേറെ എന്തെങ്കിലും മീനോ പാത്രങ്ങളോ ഒക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കഴുകാവുന്നതാണ്. അന്നേരം അടുക്കള കിച്ചൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഇവിടെ 2 മൈക്കിളുമാർ കിടപ്പുണ്ട്. കാരണം ഞങ്ങളുടെ അങ്ങ് 2 ഒരു ലാഭം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മൈക്കിൾ എന്നാണ്. ആദ്യം 2 നാടൻ പെമ്പട്ടിയായിരുന്നു ഗൈസ്. അതിനും മൈക്കിൾ എന്നാ അച്ഛൻ മരിച്ചു പോയപ്പോൾ അടുത്തതിനെ മൈക്കിൾ എന്നിട്ട് പിന്നെ 3ാമത്തേനും മൈക്കിൾ എന്നിട്ട് പിന്നെ ഞാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇതാണ് ഗൈസ് എൻ്റെ അടുത്തുള്ളൊരു കുളമാണ് ഗൈസ്. ഇന്നലത്തെ ചൂരക്കറി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതാണ് നമ്മുടെ കിച്ചൺ ഇതാണ്. ഇനി അടുത്തൊരു ബെഡ്റൂമാണിത്. അനിയൻ ഇവിടെ ആയിരുന്നു ഗൈസ്. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. അന്നേരം അനിയൻ വന്നു കഴിഞ്ഞാൽ വിഷ്ണു ജോലിയും കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവും. ഇത് കണ്ടില്ലേ ഗൈസ്, സുടുതുണിയില്ലാതെ നിൽക്കുന്ന ഫാൻ. കാരണം ഇത് വീട്ടിൽ കൊണ്ടുവന്നപ്പം അതിനുടുപ്പ് സ്ഥലത്ത് ഊരിപ്പോയി ഗൈസ്. അതുകൊണ്ട് അസ്ഥിവിടം പോലെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ അവന് ഫാനൊന്നും വേണ്ട, അവന് തണുപ്പാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. അന്നേരം ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ നമ്മൾ എടുത്ത ടൈമിൽ ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടിലാണ് അപ്പുറത്തെ റൂമിൽ കിടന്നത്. അതുകൊണ്ട് 2 പേർക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു കട്ടിൽ മേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഗൈസ്. ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ചതിക്കകത്ത് ചന്തുവിനകത്തൊക്കെ കാണുന്നത് പോലെ അതിലെ പ്രേതം വരുമ്പം നമുക്ക് കാറ്റ് കിട്ടുന്നില്ലേ, അത് എനിക്ക് സത്യം പറഞ്ഞത് ഓർമ്മ വരുന്നത്. കൂളറൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഗൈസ്. ഇത്രയും ഭയങ്കര നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ ഇത് നേരി വന്ന് കാണുന്ന ഗൈസ് ഭയങ്കര പടപണ്ടാണ് റോബോട്ടിൻ്റെ കൂട്ടത്. ഇത് കണ്ടില്ലേ 2 കണ്ണൊക്കെയുള്ള ഇത് കാറ്റിടുമ്പം ഭയങ്കര ഇതാണ്. പ്രേതങ്ങളൊക്കെ വരുമ്പം കിടത്തിൽ കൊടുങ്കാറ്റ് കിടന്ന് വീശുന്നത് പോലെയാണ് ഗൈസ്. ഇത് ഞാനാണ് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമും കൂടി കാണാം. ഇനി ബാത്റൂമും കൂടി കാണിച്ചിട്ടില്ലെന്ന് പറയണ്ട, ബാത്റൂമും കൂടെ കാണാം. ഇനി എന്താണ്, ഇനി നമ്മുടെ മെയിൻ വ്യൂ ബാൽക്കണി. ഇതൊന്നും കണ്ട് പേടിക്കണ്ട ഗൈസ്, തുണി ഉണക്കാൻ കൊണ്ടിട്ടേക്കുവാണ് ഗൈസ്. ഇതാണ് ബാൽക്കണി എൻട്രി പോയിന്റ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. വെളിയിൽ വന്നാൽ നമുക്കിരിക്കാം. പിന്നെ വെയിലൊക്കെ ആകുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വന്നിരിക്കുമ്പോഴേ. ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് തുണിയൊക്കെ അത്യാവശ്യം രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഈ ചൂടത്തങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ മടക്കി ഞാൻ അകത്ത് കൊണ്ടുവെക്കും ഗൈസ്. ഇന്നലെ വൈകിട്ടാണ് കഴുകിയിട്ടത്. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കുനിഞ്ഞു നിന്നൊന്നും കഴുകാൻ പറ്റാത്തത് കൊണ്ടേ ഹസ്ബൻഡാണ് എല്ലാം കഴുകി തരുന്നത്. കഷ്ടം. അന്നേരം ഇതാണ് ഗൈസ് എൻ്റെ വീടെന്ന് പറയത്തുള്ളൂ ഗൈസ്. നമ്മളിവിടെ താമസിച്ചാലും നമ്മുടെ സ്വന്തമായിട്ട് കാണുക. അന്നേരം ഇതാണ് ഞങ്ങളുടെ വീട്. ഇനി കുറച്ച് നാളത്തേക്ക് ഇത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ വീട്. അന്നേരം ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ജീവിതം, നമ്മളിപ്പം അവിടെ ഇപ്പം 7-8 മാസമായിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലായിരുന്നു. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ വരുവാണ്, ക്രിസ്മസ് വരുവാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. എന്നിട്ട് നമ്മുടെ ഇവിടെ അഴീക്കൽ ബീച്ചുണ്ട് ഗൈസ്. അവിടെ കാർണിവലൊക്കെ വരുന്നുണ്ട്, കിടിലമാണ്. കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നു തോന്നി. ഈ വട്ടം നല്ല പൊളപ്പ സംഭവങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം എനിക്ക് അവിടെ പോകണമെന്നുണ്ട് ഗൈസ്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പം നമ്മൾ മാത്രമല്ല, നമ്മുടെ യൂട്യൂബിനകത്ത് കുറേ കൂട്ടുകാരുണ്ട്, അവരെ എല്ലാം നമുക്ക് നമ്മുടെ അഴീക്കലിലെ കാർണിവൽ കാണിക്കണം. അഴീക്കൽ അറിയത്തില്ലേ, നമ്മുടെ കടൽ മച്ചാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ യൂട്യൂബിനകത്തെ. അതായത് കടൽ മച്ചാൻ്റെ സ്ഥലവും കൂടിയാണ്. നമുക്കിവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ച് ദൂരം, എന്നാലും നമുക്ക് വൈകി പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതിന് മുൻപായിട്ട് നിങ്ങളെ ഒരു കാര്യം കൂടി കാണിക്കണം. എൻ്റെ കല്യാണത്തിന് കിട്ടിയിരിക്കുന്ന ഒരു കപ്പുണ്ട്. കപ്പിനകത്ത് ഞങ്ങളുടെ മാരേജിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവർ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ആൽബം കാണിച്ചു തരാം. അന്നേരം എൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ വിഷ്ണുവിൻ്റെ ഫാമിലിയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അന്നേരം അവരെയും കൂടി ഞാൻ ആൽബത്തിൽ കാണിച്ചു തരാം. അന്നേരം വിശേഷങ്ങളൊക്കെ വരുവാണെങ്കിൽ അവർ വരുന്നതായിരിക്കും. അന്നേരം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അന്നേരം നമുക്ക് അതൊന്ന് കാണാം.
ഇതാണ് ഗൈസ് എൻ്റെ കല്യാണത്തിന് എനിക്ക് കിട്ടിയ കപ്പാണ്. ഇത് ഞാനാണ്, ഇത് വിഷ്ണു. പിന്നെ ഒരെണ്ണം കൂടെ കിട്ടി, വീട്ടിലും കൂടെ കിട്ടിയത് ഞാനും എടുത്തുകൊണ്ട് പോയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തത് ഇവർ തന്നെ ആയിരുന്നു ഗൈസ്. ഇത് സേവ് ദ ഡേറ്റിൻ്റെത്, ഇത് കല്യാണത്തിൻ്റെത്. അന്നേരം ഇത് രണ്ടും ആണ് ഞങ്ങൾക്ക് കപ്പായിട്ട് അവർ ഗിഫ്റ്റ് തന്നത്. ഇനിയിപ്പം ആൽബവും കൂടി കാണിച്ചു തരാം. എൻ്റെ ആൽബം വീട്ടിലാണ് ഗൈസ്. അതിനകത്ത് ഇച്ചിരി കൂടെ നല്ല രീതിയിലും കൂടെ ഉണ്ട്. ഇതിനകത്ത് വിഷ്ണുവിൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. എൻ്റെ ഫാമിലിയും പിന്നെ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം അതിനകത്തും ഉണ്ട്. പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കല്യാണത്തിൻ്റെ ഷോർട്ടായിട്ടുള്ള വീഡിയോ, പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ കിട്ടിലും വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. അതും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ട്. അന്നേരം അത് നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ. ഇതാണ് ഗേസ് ആൽബത്തിൻ്റെ ഫസ്റ്റ്. ഞാൻ കരയുമല്ല, എൻ്റെ കണ്ണിലേ ഞാൻ ഒരു ലെൻസ് കൊണ്ടുവരാൻ അവരോട് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ പ്രേതത്തിൻ്റെ കൂട്ടുള്ള ലെൻസാണ് കൊണ്ടുവന്നത്. പിന്നെ അവർ എഡിറ്റ് ചെയ്ത് നല്ല കപ്പടി കളറൊക്കെ ആക്കിയത്. ഇത് വെള്ള ലെൻസാണ് ഗൈസ്. എൻ്റെ മുഖത്തിട്ട് അറിയാമല്ലോ. ഒന്നാമത് ഞാനേ അല്ല തയ്പ്പോയി. ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെയാണ്. ഇനി വീട്ടിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ആൽബം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടെ പോയി എടുത്തായിരുന്നു ഈ സാരി. എനിക്ക് നമ്മുടെ ഇവിടുന്ന് അടുത്തൊക്കെ കടയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഒറിജിനൽ നല്ല കട്ടി കുറഞ്ഞ സാരി കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പാലക്കാട് പോയി ശിവറാം ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന അവിടെ പോയായിരുന്നു എടുത്തത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം തലേന്ന് നമുക്ക് പുടവ് എടുക്കാൻ വരുമല്ലോ, ഓരോ അടുത്ത് ഓരോ രീതിയാണല്ലോ. അങ്ങനെ വന്നപ്പം എടുത്ത ഫോട്ടോയാണ് ഗൈസ്. ഇതാണ് ഗൈസ് വിഷ്ണുവിൻ്റെ അമ്മ. ഇതാണ് പിന്നൊരു ഇതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നെയ്മ് അശ്വതി എന്നാണ് ഗൈസ്. എൻ്റെ വിഷ്ണുവിൻ്റെ അമ്മയുടെ പേര് അശ്വതി എന്നാണ്. എന്തായാലും എന്തോ ഭാഗ്യത്തിന് വീട്ടിൽ സജിതയെന്ന് വിളിക്കുന്നത് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവരച്ഛൻ അശ്വതി അശ്വതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരോട് ചെല്ലും ഗൈസ്. ഇതാണ് അച്ഛൻ. അച്ഛൻ്റെ പേര് ഉല്ലാസം എന്നാണ്. പിന്നെ ഇത് വിഷ്ണുവിൻ്റെ ചേട്ടനാണ് ഗൈസ്. അത് ഉമേഷ് എന്നാണ് പേര്. ഇത് അച്ഛൻ്റെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ മോനാണ്. അന്നേരം അതും ഒരു ചേട്ടനാണ്. അന്നേരം എൻ്റെ നാത്തൂൻ ഇതാണ് ഗൈസ്. ഇത് വിഷ്ണുപ്രിയ എന്നാണ് പേര്. അവിടെ വിവാഹമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ച് പോയത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്, തുമ്പി എന്നാണ് പേര്. അന്നേരം ഇതാണ് എൻ്റെ ചേട്ടത്തി, കുട്ടിയാളാണ്, ചിരിയേ ഉള്ളൂ. അന്നേരം ഇതാണ് ഗീതു എന്നാണ് പേര്. അന്നേരം ആൾ വീഡിയോയിലൊക്കെ വരാമെങ്കിൽ ഭയങ്കര എന്നെക്കാളും എനർജറ്റിക്കും പവറുമാണ് കേട്ടോ. ആൾ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിലയൻസിൻ്റെ കമ്പനിയിലാണ്. അന്നേരം ആളും പ്രഗ്നൻ്റ് ആണ്. അതാണ് ഒരു സെയിം പിച്ച് എന്ന് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആണ്. അന്നേരം ഗീതു എറണാകുളത്താണ്. അന്നേരം 7ാം മാസമാണ് അടുത്ത ദിവസം വരുന്നത്. അന്നേരം രണ്ടുപേരുടെയും കുട്ടികൾ അടുപ്പിച്ചടുപ്പിച്ച് കാണും. മാസ വ്യത്യാസമേ കാണത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മാസത്തിൻ്റെ വ്യത്യാസം എന്തെങ്കിലേ കാണത്തുള്ളൂ. എന്നിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം എടുത്ത ഫോട്ടോസുകളാണ്. ഇതാണ് എൻ്റെ അപ്പച്ചി, എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അന്നേരം ഇതാണ് ഗൈസ് എനിക്ക് സാരി തരുന്നത്. ആ ഫോട്ടോയാണിത്. ഇതാണ് എൻ്റെ അനിയൻ. ഇതാണ് ഗൈസ് എൻ്റെ അച്ഛമ്മ. എൻ്റെ അച്ഛൻ്റെ അമ്മയാണിത്. ഇപ്പം ഇവിടെ ഇല്ല. അച്ഛമ്മ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് കൊച്ചച്ഛനൊക്കെ ഗോവയിലാണ്. എന്നിട്ട് കൊച്ചച്ഛൻ്റെ കൂടെ അച്ഛമ്മ പോയി. ഇതാണ് എൻ്റെ അമ്മാമ്മ. അമ്മാമ്മയെ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വീഡിയോയിൽ നല്ല പ്രോപ്പറായിട്ട് നിന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തന്നെയാണ്. ഇതാണ് എൻ്റെ അപ്പച്ചിയുടെ മോള്, ഇത് ഹസ്ബൻഡ്, ഇത് 2 കുട്ടികൾ, ഇത് ചേച്ചിയുടെ ആങ്ങളയുടെ മോളാണിത്. ഇതാണ് ഗോവയിലുള്ള കൊച്ചച്ഛനും സ്നേഹ കുഞ്ഞമ്മ. അന്നേരം ഇവരുടെ കൂടാണ് അച്ഛമ്മ പോയിരിക്കുന്നത്. അന്നേരം ഇനി കാണണമെന്നുണ്ടെങ്കിൽ ഗോവയിൽ പോകണം, അല്ലെങ്കിൽ അവർ ഓണത്തിന് വരണം. ഇത് എൻ്റെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇതെല്ലാം വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇതാണ് അപ്പച്ചി മാമി. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെടുത്തണമല്ലോ പ്ലീസ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ കൂടെ +1 +2 ഒക്കെ പഠിച്ചതാണ്. ഇതെൻ്റെ കൊച്ചച്ഛനാണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വിഷ്ണുവിൻ്റെ ബന്ധുക്കളും നമ്മുടെ ബന്ധുക്കളും ഒക്കെയാണ് ഗൈസ്. എൻ്റെ ഈ ഉടുപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തപ്പിയെടുത്ത് ഞാൻ കൊണ്ടുകൊടുത്ത് തയ്പ്പിച്ചു. എന്നാലും അത്രയും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇതാണ് വിഷ്ണുപ്രിയയുടെ മോൻ. എന്നെ തക്കുടു എന്നാണ് വിളിക്കുന്നത്.
തുമ്മൽ വരുന്നു ഗൈസ്. തുമ്മി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് തുമ്മിന്ന്, അന്നേരം തൊട്ട് എനിക്ക് പ്രശ്നം. കാരണം അലർജിയുടെ ഒരു ഇതുണ്ട്. തുമ്മിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അന്നേരം ഇത്രയാണ് ഗൈസ്. ഇതാണ് എൻ്റെ താലി കെട്ടുന്ന ടൈമിങ്. ഇതല്ലേ നമുക്ക് മെയിനായിട്ട് കാണണ്ടേ ഇല്ലേ? ഇതാണ് ഗൈസ്, ഇതാണ് മെയിൻ മുഹൂർത്തം. വീഡിയോ ഒരുപാടുണ്ട് ഗൈസ്. നമുക്ക് യൂട്യൂബിനകത്ത് അവർ ഷോർട്ടായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് സേവ് ദ ഡേറ്റിൻ്റെ എന്തോ അവസാനം എടുത്തന്നെ. ഞാൻ പറഞ്ഞ ഫോട്ടോ കണ്ടില്ലേ, ക്ലാസ് കിട്ടുന്ന പേരൊക്കെ എടുത്ത് കിടിലമായിരുന്നു. ഇവിടെ കൊണ്ടുവന്നെല്ലാം തല്ലി പൊട്ടിച്ചിറങ്ങി. ഇനി നമുക്ക് ഇതാണ് ഗൈസ് എൻ്റെ ഒരു രണ്ടാമത്തെ സഹോദരനാണ്. എൻ്റെ കൊച്ചച്ഛൻ്റെ 2 മക്കളാണ് ഗൈസ്. ഇത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സാണ്. ഇനി നമുക്ക് നമ്മുടെ ഇത് വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ പാലൊക്കെ കുടിക്കുന്ന ചടങ്ങാണ് കേട്ടോ. നമുക്കിനി ഇത് തലേന്ന് അന്ന് വൈകുന്നേരം ഉള്ള ചടങ്ങിലെടുത്തതാണ്. ഇതാണ് ഞങ്ങൾ ആലപ്പുഴ നമ്മുടെ പഞ്ചാബി ഹൗസിനകത്ത് അവസാനം പോയി നമ്മുടെ ദിലീപ് ചാടിച്ചാൽ നിൽക്കുന്ന ഒരു സംഭവം ഇല്ലേ, ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത് കേട്ടോ. നമ്മുടെ ആലപ്പുഴ പോയി ഞങ്ങളെടുത്ത സേവ് ദ ഡേറ്റാണ്. എനിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗൗൺ തയ്പ്പിച്ചത് തന്നെ. ഒരു ബട്ടർ ഹോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി തന്നെയുള്ളവരാണ് നമുക്കിത് തയ്ച്ച് തന്നത്. ചുരുങ്ങിയ ബഡ്ജറ്റിൽ തന്നെ അവർ ചെയ്ത് തന്നെയാണ്. ഈ നെറ്റിനൊക്കെ നമുക്ക് വലിയ റേറ്റ് വരത്തില്ലല്ലോ ഗൈസ്. എനിക്ക് റേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-600 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തെ ആ വർക്കുള്ള ഒരു ഉടുപ്പ് കണ്ടില്ലേ, ആ നെറ്റ് വരുന്ന കണ്ടില്ലേ, അതിന് മാത്രമാണ് ഇച്ചിരി റേറ്റ് വന്നത്. താഴത്തെ നെറ്റിനൊന്നും വലിയ റേറ്റ് വന്നിട്ടില്ല. നല്ല വിലക്കുറവായിരുന്നു. നമ്മളടുത്ത് നമ്മുടെ കരുനാഗപ്പള്ളി തുപ്പാശ്ശേരിയിൽ നിന്നായിരുന്നു പോയി എടുത്തത്. ഒരു തയ്യക്കൂലിയും വലുതായിട്ട് വന്നിട്ടില്ല. 2500 സംതിങ്ങേ വന്നുള്ളൂ. കാരണം നമ്മളിപ്പം കല്യാണത്തിന് വേണ്ടി തയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര എമൗണ്ട് ആവുന്നതല്ലേ. ഇത് മേടിക്കുവാണെങ്കിൽ എത്ര വരും ഗൈസ്? നമ്മൾ കടയിൽ പോയി എന്തൊക്കെയല്ല 2000-ന് വേണ്ടി പോകത്തില്ലേ. ഇത് ഫോട്ടോയിൽ കാണുന്നുണ്ടോ, നല്ല നെറ്റുണ്ട്, ഇഷ്ടംപോലെ നെറ്റുണ്ട് ഗൈസ്. ഇത് നമ്മുടെ കുട്ടനാട് പോകുന്ന ആ ഏരിയയിൽ വെച്ച് നമ്മളെടുത്തൊരു ഫോട്ടോയാണ്. അവിടെ ഇങ്ങനെ ഒരു വെള്ളം പൊളിഞ്ഞ് കിടന്നപ്പോൾ അവിടെ പോയി എടുത്തതാണ് ഗൈസ്. വീഡിയോയ്ക്കകത്ത് എല്ലാം നമ്മുടെ കോന്നിയിലൊക്കെ പോയി എടുത്ത് കിട്ടില്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോയൊക്കെ എൻ്റെ വീട്ടിലെ ആൽബത്തിനകത്താണ്. അന്നേരം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അന്നേരം അടുത്ത വീഡിയോ ഞാൻ കിടിലമായിട്ട് കിടുക്കാച്ചയായിട്ട് ഞങ്ങളുടെ അമ്മാമ്മയൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. അന്നേരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ മച്ചമാരി.